കൂട്ടുകാർ ഇപ്പം നോക്കാൻ പോകുന്നത് രാജ്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മളുടെ രാജ്യത്തെക്കുറിച്ച്. നമ്മളെ രാജ്യത്തിൻ്റെ പേരെന്താ? ഇന്ത്യ അല്ലേ? എല്ലാവർക്കും അറിയാം. നമ്മൾ ആ രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. ഇന്ത്യക്കൊരു തലസ്ഥാനമുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ അതിന് ക്യാപിറ്റൽ എന്ന് പറയും അല്ലേ? അപ്പോൾ ഇന്ത്യൻ്റെ തലസ്ഥാനമാണ് ന്യൂഡൽഹി. എന്താണ് സ്ഥലത്തിൻ്റെ പേര്? ന്യൂഡൽഹിയാണ് നമ്മളുടെ ഇന്ത്യൻ്റെ തലസ്ഥാനം. ഇന്ത്യക്ക് 28 സംസ്ഥാനങ്ങളുണ്ട്. അതായത് 28 സ്റ്റേറ്റ്സ് ഉണ്ട്. ആദ്യം 27 പിന്നെ അത് 28 വർദ്ധിച്ചു. ഓരോ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ഭാഷകളുണ്ട്. അതുമാത്രമല്ല ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ ഒരു തലസ്ഥാനം ഉണ്ടെന്ന് തന്നെ പറയാം. മനസ്സിലായ? ഇപ്പോൾ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ക്യാപിറ്റൽ ന്യൂഡൽഹി. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്സിനും ഓരോ സംസ്ഥാനത്തിനും അവരുടെ ക്യാപിറ്റലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരം അല്ലേ? എന്താണ്? തിരുവനന്തപുരം. ഇപ്പം തമിഴ്നാടിൻ്റെ സംസ്ഥാനം എന്താണ്? ചെന്നൈ അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും അതായത് ഓരോ സ്റ്റേറ്റ്സിനും ഓരോ ക്യാപിറ്റലുണ്ട് അല്ലേ? ഇതിനെക്കാട്ടും ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളുമുണ്ട്. ഓരോ സംസ്ഥാനത്തിനും ഓരോ ഭാഷകളാണ്. ഇപ്പം മലയാളമാണ് നമ്മളെ കേരളത്തിലെ ഭാഷ അല്ലേ? അപ്പോൾ തമിഴ്നാട്ടിലോ? തമിഴ്നാട്ടിൽ തമിഴാണ് ഭാഷ. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കന്നഡയാണ് ഭാഷ. ആന്ധ്രാപ്രദേശിലാണെങ്കിലോ അവിടെ തെലുഗുവാണ് ഭാഷ അല്ലേ? ആസാമിൽ പോയി കഴിഞ്ഞാൽ അസാമിയാണ് ഭാഷ. അങ്ങനെ ഒരുപാട് എല്ലാ സംസ്ഥാനത്തിനും അതിൻ്റേതായ ഭാഷകളുണ്ട്. ഭാഷയെ കൂടാണ്ട് അവരുടെ രീതികളും വേറെയാണ്. നമ്മളുടെ ജീവിതശൈലിയല്ല അവിടെ ഉള്ളവരുടെ ജീവിതശൈലി. എല്ലാ സംസ്ഥാനത്തിനും ഓരോ ജീവിതശൈലിയാണുള്ളത്. അവർ എല്ലാ കാര്യത്തിനും ഇപ്പം നമ്മൾ ഭക്ഷണം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കഴിക്കുന്ന പോലെയല്ല അവിടെ ഉള്ളവർ കഴിക്കുക. ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല ചോറും മീൻകറിയും കഴിക്കും. പക്ഷെ അവർ കൂടുതലും അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡൽഹിയിലുള്ള ആൾക്കാരോ ഇല്ലെങ്കിൽ ഒറീസയിലുള്ളവരൊക്കെ കൂടുതലും ചപ്പാത്തിയും ഒക്കെയാണ് അവർ കഴിക്കുക. അപ്പോൾ നമ്മളുടെ എല്ലാ വസ്ത്രധാരണത്തിലും കൂടി ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളിപ്പം സാരി ഇടും, അവരവിടെ കൂടുതലും സൽവാർ കമ്മീസ് എന്ന് പറയുന്ന ഡ്രസ്സാണ് ഇടുക. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസം നമ്മളെ വസ്ത്രങ്ങളിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മളുടെ കല്യാണ ആചാരങ്ങളിലും എല്ലാത്തിനും ഓരോ വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ലോകത്തിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലും വ്യത്യസ്തമായ ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? അടുത്തതായി ഞാൻ കൂട്ടുകാർക്ക് നമ്മളുടെ രാജ്യത്തിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോവാണ്. ആദ്യം രാജ്യത്തിന് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? ഇന്ത്യക്കപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയെന്നറിയോ? ഓഗസ്റ്റ് 15, 1947 അല്ലേ? അതായത് ഓഗസ്റ്റ് 15, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ? അതിനുശേഷം ഉണ്ടായ ചില മാറ്റങ്ങൾ. അപ്പോൾ എല്ലാ ദേശത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടാവും. അപ്പോൾ നമ്മളെ രാജ്യത്തിൻ്റെ ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ആദ്യം ദേശീയ കൊടി അതായത് ദേശീയ പതാക. എന്താണ്? ത്രിവർണ്ണ പതാക. അതിനെപ്പറ്റി ഞാൻ കുറച്ച് നല്ലോണം വിശദീകരിച്ച് പറഞ്ഞു തരാം. അടുത്തത് ദേശീയ മരം എന്താണ്? ആൽമരം. എന്താണ്? ആൽമരം. അടുത്തത് ദേശീയ മൃഗം കടുവയാണ് അല്ലേ? എന്താണത്? കടുവ. അടുത്തത് ദേശീയ പക്ഷി മയിലാണ് അല്ലേ? എന്താണ്? മയിലാണ്. പിന്നെ ദേശീയ പൂവ് താമര. അതുപോലെ തന്നെ ദേശീയ പഴം മാങ്ങ. പിന്നെ ദേശീയ കളി ഹോക്കിയാണ്. പിന്നെ ദേശീയ നദി ഗംഗ അല്ലേ? പിന്നെ ദേശീയ ഗീതം ജനഗണമന. നമ്മൾ കേട്ടിട്ടില്ലേ? ഇപ്പോൾ ജനഗണമന അധിനായക ജയ ഹേ, അതാണ് ദേശീയ ഗീതം. പിന്നെ ദേശീയ ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് വന്ദേ മാതരം. എല്ലാവർക്കും ഇഷ്ടമല്ലേ വന്ദേ മാതരം? നമ്മളെല്ലാവരും പാടുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് നമ്മളെ ദേശത്തിൻ്റെ പതാക അതായത് നമ്മളെ ദേശത്തിൻ്റെ കൊടിയെപ്പറ്റി പറഞ്ഞു തരാം. അത് ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത്. ത്രിവർണ്ണം എന്ന് പറയാൻ കാരണം എന്താ? നമ്മളുടെ ദേശീയ പതാകയിൽ 3
കളറുകളുണ്ട്, അതായത് 3 നിറങ്ങളുണ്ട്. ആദ്യത്തെ നിറമാണ് സാഫ്രൺ. സാഫ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഓറഞ്ച് കളറൊക്കെ പോലെയാണ് സാഫ്രൻ്റെ നിറമുള്ളത്. പിന്നെ അടുത്തത് വരുന്നത് വെള്ളയാണ്. എന്താണ്? വെള്ള നിറമാണ് അടുത്തതായിട്ട് വരുന്നത്. പിന്നെ അവസാനം പച്ച നിറമാണ്. എങ്ങനെ? ആദ്യം സാഫ്രൺ നിറമാണ് വരുന്നത്, പിന്നെ വെള്ള നിറമാണ് വരുന്നത്, പിന്നെ അവസാനമായിട്ട് പച്ച നിറമാണ് വരിക. അതുകൊണ്ടാണ് അതിന് ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത്. അത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ നടുവിലായിട്ട്, അതായത് വെള്ള നിറത്തിൻ്റെ നടുവിലായിട്ട് ഒരു അശോക ചക്രമുണ്ട്. മനസ്സിലായ? ഒരു ചക്രമുണ്ടാവും, ഒരു നീല കളർ അശോക ചക്രമുണ്ട്. അതിൽ ഒരുപാട് വരകളുണ്ട്. കണ്ടോ നിങ്ങൾ? 24 വരകളുള്ളതാണ് അശോക ചക്രം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ ത്രിവർണ്ണ പതാക. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ മരമാണ്. എന്താണ്? ദേശീയ മരം, ആൽമരം. നമ്മൾ അതിന് ഇംഗ്ലീഷിൽ ബാനിയൻ ട്രീ എന്നാണ് പറയുക. എന്താ പറയുക? ബാനിയൻ ട്രീ. അപ്പോൾ ആൽമരമാണ് നമ്മളുടെ ദേശീയ മരം. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് ദേശീയ ആൽമരമാണ്. അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ദേശീയ മരം ആൽമരം എന്ന് പറയാൻ കാരണം. ആൽമരത്തിൻ്റെ വേരുകളൊക്കെ അവരുടെ എന്താ പറയുക, നമ്മളുടെ ഓരോ മരത്തിനും അതിൻ്റേതായ ഇതുണ്ടല്ലേ, ട്രങ്ക്സ് എന്ന് നമ്മൾ പറയും. ഇല്ലെങ്കിൽ വേരുകളൊക്കെ ഇലകളുടെ കൂടെ തന്നെ വേരുകളും വന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ് ആൽമരത്തിൻ്റെ പ്രത്യേകത. ഒരുപാട് കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വായു ശുദ്ധീകരിക്കുന്നതാണ് ആൽമരം. മാത്രമല്ല, നമുക്ക് രാവിലെ നമ്മൾ എണീച്ച് പോയി ഒരു ആൽമരത്തിൻ്റെ അടുത്ത് പോയിരുന്ന് നല്ല ദീർഘമായിട്ട് ശ്വാസം വലിക്കുക, നല്ല ഡീപ്പ് ബ്രീത്ത് എന്നൊക്കെ പറയുന്നില്ല, അങ്ങനെ ദീർഘമായി ശ്വാസം വലിച്ചാൽ നമുക്ക് എപ്പോഴും ഒരു നല്ല പോസിറ്റീവ് എനർജി കിട്ടും. എന്ന് വെച്ചാൽ നമുക്കൊരുപാട് നല്ല ചിന്തകൾ മാത്രമേ മനസ്സിൽ വരുള്ളൂ. മനസ്സിലായില്ലേ? നന്മ ചെയ്യണം എന്നുള്ള ചിന്തകളും ഒരുപാട് നമ്മളുടെ ശരീരം തന്നെ നല്ല എന്താ പറയുക, നല്ല ഒരു രീതിയിൽ കൊണ്ടുവരും. അതാണ് ആൽമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് ദേശീയ മൃഗമാണ് കടുവ. കടുവയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക? ടൈഗർ എന്ന് പറയും അല്ലേ? എന്താ പറയുക? ടൈഗർ എന്ന് പറയും. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മളെ ഇന്ത്യയിലാണ് കടുവയെ അല്ലേ? എല്ലാവർക്കും അറിയാം, ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എല്ലാവർക്കും നല്ലോണം അറിയില്ലേ? ഇനി അടുത്തത് നോക്കാം. അടുത്തത് ദേശീയ പക്ഷി. എന്താണ്? ദേശീയ പക്ഷി. ദേശീയ പക്ഷി എന്താണ്? മയിൽ അല്ലേ? മയിലിനെന്താ ഇംഗ്ലീഷ് പറയാൻ? എന്താന്ന് പറഞ്ഞേ? കറക്റ്റ്. അപ്പോൾ ദേശീയ പക്ഷിയാണ് മയിൽ. മയിൽ എന്ത് ഭംഗിയല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ് മയിലിനെ. മയിലിന് നല്ല ചിറകൊക്കെ വിടർത്തി വെച്ച് എല്ലാ കളറും ഉണ്ട് മയിലല്ലേ? വെള്ളയിലും ഒരുപാട് കളറും മിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടല്ലേ? അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് ദേശീയ പൂവ്. ദേശീയ പൂവ് എന്താണ്? താമര അല്ലേ? എന്തിനാ ഇംഗ്ലീഷിൽ നമ്മളതിനെ ലോട്ടസ് എന്ന് പറയും. എന്താ പറയുക? ലോട്ടസ് എന്ന് പറയും. താമര വെള്ളത്തിലാണ് കാണപ്പെടുന്നത് അല്ലേ? കൂടുതൽ നല്ല വിരിഞ്ഞ് പൂവുകളൊക്കെ വിരിഞ്ഞ് നല്ല മഞ്ഞയും പിങ്ക് കളറായിട്ടൊക്കെ താമരയെ കാണാൻ പറ്റും അല്ലേ? നല്ല ഭംഗിയുള്ളൊരു പൂവാണ് താമര പൂവ്. അടുത്ത നോക്കാം. അടുത്തത് ദേശീയ പഴം. ദേശീയ പഴം ഏറ്റവും കൂടുതൽ മാവ് എല്ലാ വീട്ടിലും ഉണ്ടല്ലേ? ഇഷ്ടം പോലെ മാവുകളുള്ള സ്ഥലമാണ് നമ്മളെ കേരളം. കേരളം എന്ന് മാത്രമല്ല, നമ്മളെ ഇന്ത്യയെ മൊത്തം പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ മാവുകളുള്ളത്. അതുകൊണ്ട് തന്നെ മാങ്ങയും ഒരുപാടുള്ള സ്ഥലമാണ് നമ്മൾ ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യൻ്റെ ദേശീയ പഴം മാങ്ങയാണെന്ന് പറയുന്നത് അല്ലേ? അടുത്ത നോക്കാം. അടുത്തത് ദേശീയ കളി. ദേശീയ കളി എല്ലാവരും ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഹോക്കി അറിയോ? ചില പേർക്ക് മാത്രമേ അറിയൂ അല്ലേ? നമ്മളെ ദേശത്തിൻ്റെ കളിയാണ് ഹോക്കി. മനസ്സിലായ കൂട്ടുകാർക്ക്? അപ്പോൾ ഹോക്കിയിൽ ഒരുപാട് മിന്നിച്ച പ്രകടനങ്ങൾ കാണിച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ, അതായത് നമ്മളുടെ ദേശത്തിലുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് ദേശീയ കളി ഹോക്കി എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. അടുത്തത് ദേശീയ നദി. എന്താണ്? ദേശീയ നദി എന്ന് വെച്ചാൽ റിവർ. നമ്മളെ നാഷണൽ റിവർ എന്താണ്? ഗംഗയാണ്.
എന്താണ്? ഗംഗ. ഗംഗാ നദിയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? കൂടുതൽ ആൾക്കാരും പാവം ചെയ്ത ആൾക്കാരൊക്കെ ശുദ്ധീകരിച്ച് വരണം, ഗംഗയിൽ മുങ്ങിയിട്ട് വരണം എന്നൊക്കെ പറയുന്നില്ലേ? ഗംഗയിൽ പോയി കുളിച്ച് മനസ്സും ശരീരമൊക്കെ ശുദ്ധിയായി എന്നുള്ളൊരു ധാരണ ഉണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഗംഗയ്ക്ക് നമ്മളെ ദേശീയ നദി എന്ന് പറയുന്നത്. ഗംഗ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് അറിയോ? അങ്ങ് ഒരുപാട് ദൂരെ നിന്ന്, ഹിമാലയത്തിൽ നിന്നാണ് ശരിക്കും ഗംഗയുടെ ഉത്ഭവം വരുന്നത്. അത് ഒരുപാട് കിലോമീറ്ററുകൾ താഴേക്ക് ഇറങ്ങി, അതായത് മലമുകളിൽ നിന്നും വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന്, ആ ഗംഗ ഇറങ്ങി വന്ന് ഒരുപാട് സ്ഥലത്തേക്ക് അത് വ്യാപിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? അടുത്ത നോക്കാം. അടുത്ത നമുക്ക് ദേശീയ ഗീതം നോക്കാം. ദേശീയ ഗീതം എന്താ ഒന്ന് പറഞ്ഞേ? ജനഗണമന അല്ലേ? എന്താണ്? ജനഗണമന. അത് എഴുതിയതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അറിയോ? അത് ബംഗാളിയിലായിരുന്നു എഴുതിയത്. രവീന്ദ്രനാഥ് ടാഗോറാണ് എഴുതിയത്. കൂടുതൽ നമ്മൾ സ്കൂള് വിട്ട് കഴിഞ്ഞാൽ, സ്കൂളിൽ അവസാനത്തെ പീരീഡ് കഴിഞ്ഞാൽ ജനഗണമന പാടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുക. അത് കൂട്ടുകാർ ഇനിയിപ്പോൾ കണ്ടു തുടങ്ങും, കേട്ടും തുടങ്ങും. അത് നന്നായിട്ട്. അടുത്തത് നമ്മളെ ദേശീയ ഗാനം. ദേശീയ ഗാനം എന്താണ്? വന്ദേ മാതരം. എന്താണ്? വന്ദേ മാതരം. അതാരാ എഴുതിയത്? വക്കിം ചന്ദ്ര ചാറ്റർജിയാണ് നമ്മളെ ദേശീയ ഗാനം എഴുതിയത്. മനസ്സിലായല്ലേ കൂട്ടുകാർക്ക്? അപ്പോൾ നമ്മളെ ദേശത്തെക്കുറിച്ചൊക്കെ നല്ലോണം മനസ്സിലായിട്ടുണ്ടല്ലോ. എന്താണ് നമ്മളുടെ ദേശീയ പതാക, ഏതാണ് നമ്മളുടെ ദേശീയ പൂവ്, ഏതാണ് നമ്മളെ ദേശീയ പക്ഷി, ഒക്കെ മനസ്സിലായിട്ടില്ലേ?